നാടൻ തൊലി ഇവിടുത്തെ പശുവിൻ്റെ വാങ്ങി അറുകുന്ന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങി അത് ശുദ്ധീകരിച്ച് അവർ സ്വയം നിർമ്മിച്ചതാണ് ഈ സാധനം. ഈ കാണുന്ന ഇതടക്കം നമ്മളെ സ്ക്രാപ്പ് കടയിൽ പോയിട്ട് ട്രഷറിന്റെ അവിടെയുള്ള സ്ക്രാപ്പ് എന്ന് പോയിട്ട് അവിടുന്ന് ഡ്രം എടുത്ത് കട്ട് ചെയ്ത് ഈ രീതിയിലാക്കിയതാണ്. അപ്പൊ തീർച്ചയായും ഇഹ്സാൻ ഹുസൈൻ, അർജുൻ, ഷാമിൽ, ഹനാൻ, റയാൻ, നവീൻ, അമൽ ഷാൻ. നിങ്ങളൊക്കെ എത്ര സ്കൂൾ പഠിക്കണേ? 8, 5, 8, 9. അപ്പോൾ 8, 9 ഇപ്പോൾ നിങ്ങളുള്ളത് പുള്ളേ. അപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ ഈ പരിപാടി കണ്ടില്ല നിങ്ങളപ്പോൾ ഈ കൊട്ട് ഭയങ്കര സംഭവമാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു കുട്ടികളാണ്. നമ്മുടെ ഈ ഒരു കുട്ടികൾ നമ്മുടെ കണ്ണത്ത് നമ്മുടെ ഈ ഒരു സിറ്റി റോഡ് ജംഗ്ഷനിലെ വിദ്യാർത്ഥികളാണ്. ഒക്കെ 8ലും 9ലും പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ ആക്രിക്കടയിൽ നിന്ന് പെറുക്കിയുണ്ടാക്കിയ ഈ ഒരു തമ്പോലം എന്നുള്ള ഈ ഒരു കാര്യവുമായിട്ടൊരു മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഇവിടെ വാർഡ് മെമ്പർ നുഹ്മാൻ ഇതിൻ്റെ കാര്യങ്ങൾ പറയട്ടെ. അത് തന്നെ ഇവർക്കും തന്നെ ഇവരുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള ഇവരും പറയട്ടെ. ഇതേ നമ്മുടെ കണ്ണത്തുള്ള സിറ്റി റോഡിന്റെ അവിടെ താമസിക്കുന്ന സോക്കർ യൂത്ത് ക്ലബിന്റെ കുട്ടികളാണ്. നമ്മുടെ കിഡ്സ് സോക്കറിന്റെ കുട്ടികളാണ്. ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ പ്രൊഫഷണൽ ടീമിൻ്റെതൊക്കെ ഏതെങ്കിലും പരിശീലന കേന്ദ്രങ്ങളിൽ പോയി പരിശീലനം നേടിയവരായിരിക്കും. പക്ഷെ ഇവരിത് കണ്ട് ഇതുപോലുള്ള കൊട്ടുന്നത് പൂരങ്ങളില് അല്ലെങ്കിൽ ടിവിയിലൊക്കെ ഇതിന്റെ കാര്യങ്ങള് മനസ്സിലാക്കി സ്വന്തമായി നിർമ്മിച്ചത്. ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തമായി നിർമ്മിച്ച ഇത് ഇവിടെ തൊട്ടടുത്ത് മുകളില് ഈ ഒരു അറുവുശാല ഉണ്ട്. അതിൽ നിന്ന് ഈ തൊലി, ഇത് നാടൻ തൊലി ഇവിടുത്തെ പശുവിൻ്റെ വാങ്ങി അറുകുന്ന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങി അത് ശുദ്ധീകരിച്ച് അവർ സ്വയം നിർമ്മിച്ചതാണ് ഈ സാധനം. ഈ കാണുന്ന ഇതടക്കം നമ്മളെ സ്ക്രാപ്പ് കടയിൽ പോയിട്ട് ട്രഷറിന്റെ അവിടെയുള്ള സ്ക്രാപ്പ് എന്ന് പോയിട്ട് അവിടുന്ന് ഡ്രം എടുത്ത് കട്ട് ചെയ്ത് ഈ രീതിയിലാക്കിയതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവര് അഭിനന്ദനങ്ങൾ ഒരുപാട് അറിയിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ബാക്കിയുള്ള പ്രൊഫഷണൽ ടീമൊക്കെ വലിയ രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരൊക്കെ പരിശീലനം നേടിയിട്ടാണ്. ഇവരേകദേശം 8, 9 അതിന്റെ താഴേക്കുള്ള കുട്ടികളാണൊക്കെ. ഇതിൽ 10ഓളം ടീം, ഇനി 2-3 ആളുകളൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ ഇവരെ നമുക്ക് ഉയർത്തി കൊണ്ടുവരണം. അപ്പോ പൊതുപരിപാടികളിൽ എല്ലാവരും, എല്ലാ രാഷ്ട്രീയ മത സംഘടനകളൊക്കെ ഇത്തരം കുട്ടികൾക്ക്, നമ്മുടെ നാടിന്ന് വളർന്നു വരുന്ന കുട്ടികളാണ്, നല്ല സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന കുട്ടികളാണ്. അവർക്കൊരു അവസരം കൊടുക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വലിയ നല്ല രീതിയിലുള്ള താളം, നമുക്ക് ഏതൊരാൾക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സർഗാത്മകമായ താളം പിടിക്കുന്ന ഒരു കൈകളാണ് ഇവർക്കുള്ളത്. വലിയ അനുഗ്രഹം ലഭിച്ച കലാകാരൻ കൂടിയാണ്. എല്ലാവരും ഇവർക്ക് വേണ്ടി അവസരങ്ങൾ കൊടുക്കണമെന്ന് അറിയിക്കുകയാണ്, അഭ്യർത്ഥിക്കുക. നുഹ്മാന് ഇവരെ പൂർണ്ണ പിന്തുണയോടുകൂടി സപ്പോർട്ടോടുകൂടി ഇതിന്റെ കാര്യങ്ങൾ ഫുള്ള് നുഹ്മാൻ ചെറുതോതിൽ വിവരിച്ച് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു. എന്തായാലും ഇഹ്സാൻ അമല് എങ്ങനെയാണെങ്കിലും അവർക്കും എന്തെങ്കിലുമൊക്കെ പറയാനല്ലോ. എന്തായാലും അമല് പറയട്ടെ എന്താ കാര്യം. ടീമിന്റെ പേര് സീറ്റി കേതമ്പോലാണ്. ഞങ്ങൾക്ക് ആദ്യം തൊട്ടേ ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു. എവിടെ സ്റ്റാൻഡിൽ ഇവിടെ എവിടെ ഉണ്ടെങ്കിലും മുട്ടി കേൾക്കുമ്പോ ഞങ്ങൾക്കൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കണം. അതിനകത്ത് ഉണ്ടാകാമെന്ന് എല്ലാരും കരുതി. എന്നിട്ട് ഇവിടെ ഒരു അറുശാലുണ്ട്, അവിടുന്ന് തൊലി വാങ്ങി കഴുകി ഉണക്കിയിട്ട് ഞങ്ങള് ഇങ്ങനത്തെ സാധനങ്ങൾ ആക്രി പോയി വാങ്ങിയാണ്ട് ഉണ്ടാക്കി. പ്രോഗ്രാം നടത്തുന്ന പോലെ എല്ലാരും വിളിച്ചണം. അങ്ങനെയാണ് എല്ലാരും സപ്പോർട്ടും ഇതൊക്കെ തന്നെ. എല്ലാവരും സപ്പോർട്ട് വേണം തീർച്ചയായിട്ടും. മെമ്പറും അതുപോലെ തന്നെ ഇഹ്സാൻ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്പർ ഇതിൽ വേണം. തൽക്കാലം ഞാൻ ഇവര് നമ്പർ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡ് മെമ്പർ നുഹ്മാന്റെ നമ്പറാണ് അപ്പുറത്തുള്ളത്. അപ്പൊ ആ നമ്പറിൽ വിളിച്ചു കിട്ടില്ലെങ്കിൽ നുഹ്മാനുമായി ബന്ധപ്പെടുക. കാരണം ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ വിളിച്ചാൽ കിട്ടണമല്ലോ, അതിനാണ് നമ്പർ തന്നിട്ടുള്ളത്. തൽക്കാലം അവർക്ക് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. എന്തായാലും നമുക്ക് നുഹ്മാൻ പറഞ്ഞവര് ഉയർത്തി കൊണ്ടുവരാൻ നമ്മുടെ കരുവാരക്കുണ്ടില് ഈ ഒരു കലാകാരന്മാരെ. എന്തായാലും ഞാൻ അതിന്റെ വിവരങ്ങള് ഇവരെ ഇവിടുത്തെ ഒരു പ്രോഗ്രാമുമായി വന്നപ്പോൾ ഒന്ന് പങ്കുവെച്ചു എന്ന് മാത്രം.